അല്പം മുമ്പ് ആര്യനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റുകയാണ്. എന്നിട്ട് ആര്യനോട് പറയുകയാണ്, ആര്യന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പെരുമാറ്റ രീതികൾ ഇതൊക്കെ മുമ്പത്തെ പോലെയല്ല, എന്തോ ഒരു കുഴപ്പം പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ടിട്ട് ആര്യൻ ആകെപ്പാടെ ഞെട്ടിയിരിക്കുകയാണ്. ഇതെന്തു പറ്റി ഇപ്പോൾ ബിഗ് ബോസ് പതിവില്ലാതെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ആ വീട്ടിൽ പലർക്കും തോന്നിയ സംശയം, ലൈവും എപ്പിസോഡും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന നമുക്കും തോന്നിയ സംശയം, ഇതേക്കുറിച്ച് പല വീഡിയോകളിലായി നമ്മൾ പലപ്പോഴായി സംസാരിച്ചതാണ്. തന്റെ സംസാരവും പ്രവർത്തികളും ഒന്നും സാഹചര്യാനുബന്ധമായിട്ടുള്ളതല്ല, അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ആ വീട്ടിൽ വെച്ച് ഡോക്ടർ ബിന്നിയാണ് ആര്യനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. നമ്മളൊക്കെ മനുഷ്യർ അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് പ്രതികരിക്കുന്നത്. സങ്കടമുള്ള വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം വരും, അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കും. സന്തോഷമുള്ളത് കാണുമ്പോൾ നമ്മൾ ചിരിക്കും. പക്ഷെ ആര്യൻ അങ്ങനെയല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല, അതിലൊന്നും വിപരീതമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണണമെന്നാണ്. അത് ആര്യൻ ചിരിച്ചു തള്ളുകയായിരുന്നു. ആ വീട്ടിൽ പലർക്കും അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട് ആര്യനിൽ. ഇപ്പോഴിതാ ബിഗ് ബോസിനും അത് തോന്നിയിരിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് ബിഗ് ബോസിന് പേടിയായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസ് പോലെ ഒരു വീട്ടിൽ 100 ദിവസമൊക്കെ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടൊരു അന്തരീക്ഷത്തിൽ ജീവിക്കുകയാണ്. ചുറ്റിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിരന്തരം നെഗറ്റീവ് എനർജി മാത്രമാണ് അവിടെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. എപ്പോഴും അടി, എപ്പോഴും വഴക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ മാനസിക നിലയ്ക്കൊക്കെ അല്പം തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നല്ല സമചിത്തതയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനെയൊക്കെ നേരിട്ട് മുൻപോട്ട് കയറി വരുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആര്യനിൽ ചില ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രകടമായ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ബിഗ് ബോസ് ചോദിക്കുകയാണ്, ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ആരോടെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കൊരു പൊടി ആഗ്രഹമുണ്ട്. ബിഗ് ബോസ് അത് അനുവദിച്ചാൽ ഞാൻ ഓക്കെയാണ്, എനിക്ക് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ വീണ്ടും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല ബിഗ് ബോസ്, അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല, ഗെയിമിൽ ഇച്ചിരി വ്യത്യാസം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുന്നുണ്ട്. തിരിച്ച് അദ്ദേഹം വന്ന് ലിവിംഗ് ഏരിയയിൽ എല്ലാവരും ഇരിക്കുന്നതിന്റെ നടുക്കോട്ടിരുന്നിട്ട് ഒരുമാതിരി പ്രാന്തന്മാരെ പോലെ പ്രതികരിക്കുകയാണ്. അയാളുടെ ചിരിയും അയാളുടെ ഓരോരോ ഗോഷ്ഠികളും കണ്ടപ്പോൾ ശരിക്കും അയാൾക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കുവാൻ അക്ബറും അപ്പാനിയും രണ ഫാത്തിമയും ജിസൈലും ഒക്കെ ഉള്ള സമയത്ത് അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏത് സാഹചര്യത്തെയും നേരിടുവാൻ കരുത്തുള്ള ആൾക്കാരാണ് കൂട്ടാളികളായി കൂടെയുള്ളത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്നത് പോലെയൊന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം.